സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കെ സുധാകരൻ എഴുതിയ നോവൽ സ്നേഹിക്കാൻ ഒരു കാലം തുടരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ സന്ദീപ് വന്നു. ഞാനിന്ന് രാവിലെ മാധവചന്ദ്രൻ അങ്കിളുടെ വീട്ടിൽ പോയി. അവർ വലിയ സങ്കടത്തിലാണ്. ആലോചിച്ചുറപ്പിച്ച കല്യാണം മാറിപ്പോയാൽ ആർക്കായാലും സഹിക്കാൻ പറ്റുമോ? ഒടുവിൽ അവർ സത്യം അംഗീകരിച്ചു. അച്ഛൻ എന്നെ തല്ലി ചതയ്ക്കുമോയെന്ന പേടി. ശ്രീരാജ് പറഞ്ഞു, എൻ്റെ കൂടെയല്ലേ നീ വരുന്നത്? ചെറിയച്ഛൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല. ചിലപ്പോൾ കുറച്ച് ഒച്ച വെച്ചേക്കും, ശകാരിച്ചേക്കും, അതോടെ തണുക്കും. ഹണി പുഞ്ചിരിച്ചു. ഇന്നലെ ഞാൻ ആലോചിച്ചപ്പോഴാണ് എനിക്ക് വേറൊരു കാര്യം തോന്നിയേ. ചിലപ്പോൾ നിന്നെ കാണുമ്പോൾ ചെറിയച്ഛൻ വയലൻ്റ് ആയിക്കൂടുന്നില്ല. ഞാനുള്ളത് കൊണ്ട് അരുതാത്തതൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ ഹണി നാളെ വരാതിരിക്കുന്നതാ എന്തുകൊണ്ടും നല്ലത്. എല്ലാം ഒന്ന് ആറി തണുത്തിട്ട് മതി, സന്ദീപ് പറഞ്ഞു. അത് ശരിയാണെന്ന് അവൾക്കും തോന്നി. ഹണിയുടെ ഡാഡിയും മമ്മിയും എന്നിവരും ഓസ്ട്രേലിയയിൽ നിന്ന് ചേച്ചിയുടെ ഡെലിവറി പ്രമാണിച്ച് പോയതാ. 6 മാസത്തേക്കാ എന്ന് പറഞ്ഞത്. അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 കുടുംബങ്ങൾ തമ്മിൽ ഒരു ധാരണയുണ്ടാകണമെങ്കിൽ എന്തായാലും അവർ വരുമ്പോൾ വരട്ടെ. വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. ശ്രീക്ക് ഇവിടല്ലേ ജോലി? 2 പേർക്കും ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം, സന്ദീപ് പറഞ്ഞു. ശ്രീരാജിൻ്റെ വീട്ടുകാർ തന്നെ അംഗീകരിച്ച് കഴിയുമ്പോൾ ചാച്ചനെ വിളിച്ച് എല്ലാം തുറന്നു പറയണം. അവിടെ എതിർപ്പുണ്ടാകുമെങ്കിലും അവർക്ക് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. എന്നാൽ ശ്രീ, നമുക്ക് പോകാം. ഇന്ന് നീ എൻ്റെ വീട്ടിലായിരിക്കും താമസിക്കുന്നത്. നാളെ രാവിലെ നിൻ്റെ വീട്ടിലേക്ക് പോകാം. നീ വേഗം റെഡിയാക്. ശ്രീരാജ് എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയി. പിന്നാലെ ഹണിയും ചെന്നു. സന്ദീപ് ഒന്ന് ഊറിച്ചിരിച്ചു. ശ്രീരാജ് സൂട്ട്കേസ് തുറന്ന് അതിൽ നിന്ന് ഹണിയുടെ വസ്ത്രങ്ങൾ എടുത്ത് ബെഡിൽ വെച്ചു. അവർക്ക് എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ? ഹണി ചോദിച്ചു. നീ വണ്ടി കയറി അങ്ങ് വന്നാൽ മതി. ഞാൻ സ്റ്റേഷനിൽ നിൽക്കാം. എല്ലാവർക്കും നിന്നെ കാണാൻ താല്പര്യം കാണും, അവൻ പറഞ്ഞു. എൻ്റെ ഫോട്ടോസില്ലേ നിൻ്റെ മൊബൈലിൽ? ഉണ്ട്, അത് കാണിക്കാം. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ തിരിച്ചു പോരണം, അവൾ പറഞ്ഞു. സന്ദീപേടൻ്റെ കൂടെയല്ലേ പോകുന്നത്? ഒന്നും സംഭവിക്കത്തില്ല. ശ്രീരാജ് സൂട്ട്കേസ് അടച്ചു. 2 പേരും പരസ്പരം നോക്കി അടുത്തടുത്ത് നിന്നു. ശ്രീ, അവൾ വിളിച്ചു. എന്താടി? അവൾ പെട്ടെന്ന് അവനെ കെട്ടിപ്പിടിച്ചു. അവളുടെ കൈകൾ അവന് ചുറ്റും വരിഞ്ഞു മുറുകി. എന്താ ഹണി ഇത്? ഇപ്പം നിനക്കാണോ ധൈര്യമില്ലാത്തത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞത് കണ്ട് അവൻ ചോദിച്ചു. സന്തോഷം കൊണ്ടാ. എല്ലാ പ്രശ്നങ്ങളും തീരാൻ പോവുമല്ലേ? അവൻ അവളുടെ ചുണ്ടുകളിൽ ഉമ്മ വെച്ചു. ഞാൻ പോയിട്ട് വരാം മോളെ. ചെന്ന് കഴിഞ്ഞാൽ ഉടൻ വിളിക്കണം. ഞാൻ കാത്തിരിക്കും. എനിക്കറിയാം, നീ സമാധാനമായിട്ടിരിക്കെ. വാതിൽ തുറന്ന് സൂട്ട്കേസുമായി ശ്രീരാജ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി. ഹണി പിന്നാലെ ചെന്നു. അവരെ കണ്ട് സന്ദീപ് എഴുന്നേറ്റു. അപ്പോൾ ഇറങ്ങുകയല്ലേ? അയാൾ ചോദിച്ചു. അവൻ മൂളി. അപ്പോൾ ഹണി, എല്ലാം പറഞ്ഞതുപോലെ ചെന്നിട്ട് വിളിക്കാം, അയാൾ പറഞ്ഞു. അവൾ മെല്ലെ തലകുലുക്കി. വാതിൽ തുറന്ന് സന്ദീപും ശ്രീരാജും വെളിയിലേക്ക് ഇറങ്ങി. അവർ ചെന്ന് ലിഫ്റ്റിൽ കയറുന്നതുവരെ അവൾ നോക്കി നിന്നു. ലിഫ്റ്റ് താഴേക്ക് പോയപ്പോൾ ഹണി അകത്ത് കയറി. വാതിലടച്ചിട്ട് ബെഡ്റൂമിലേക്ക് ചെന്നു. താൻ ഒറ്റപ്പെട്ടതുപോലെ പെട്ടെന്ന് അവൾക്ക് തോന്നി. സങ്കടം സഹിക്കാൻ വയ്യാതെ അവൾ ബെഡിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. മ്യൂസിയം വളപ്പിനുള്ളിലെ റോഡിൽ സാമാന്യം നല്ല വേഗത്തിലാണ് വിൽസൺ നടന്നത്. നേർത്ത മഞ്ഞും സുഖകരമായ ഇളം തണുപ്പുമുള്ള പ്രഭാതമായിരുന്നു അത്. ചെറുതായി ഒന്ന് ഓടിയാലോ എന്ന് തോന്നിയ അയാൾക്ക്. കാരണം മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. അയാളുടെ മനസ്സിൽ എപ്പോഴും ഹണിയെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു. വീണ്ടും ഒരു പ്രണയത്തിലായതിൻ്റെ ആവേശമായിരുന്നു. പെട്ടെന്നാണ് വിൽസൻ്റെ മൊബൈൽ ബെല്ലടിച്ചത്. ഷർട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അയാൾ അതെടുത്ത് നോക്കി. ഉല്ലാസാണ് വിളിക്കുന്നത്. ഏതോ പാർട്ടി നടക്കാൻ പോകുന്നു, അത് പറയാനാണ് വിളിക്കുന്നത്. ഇനി എല്ലാം കുറയ്ക്കണം. വീട് ഒരു ബാറാക്കാൻ സമ്മതിക്കരുത്. പക്ഷേ അവരെ പിണക്കാനും പാടില്ല. ഹലോ ഉല്ലാസ്, അയാൾ കോൾ എടുത്തു. ഗുഡ് മോർണിംഗ് അണ്ണാ, വീട്ടിലല്ലേ? അവൻ ചോദിച്ചു. അല്ലടാ, നടക്കുകയാ മ്യൂസിയത്ത്. അതാ വണ്ടികളുടെ ശബ്ദം കേൾക്കുന്നു. അണ്ണനിന്ന് വൈകിട്ട് ഫ്രീ ആണോ? എന്താടാ, വല്ല സെലിബ്രേഷനും ഉണ്ടോ? ഉണ്ടണ്ണാ, ഒരു ഭയങ്കര സംഭവം ഉണ്ടായി. അതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടി റോണി ഇന്ന് ചെലവ് ചെയ്യുക. എന്തുവാടാ ഇത്ര ഭയങ്കര സംഭവം? നടന്നുകൊണ്ട് വിൽസൺ ചോദിച്ചു. കഴിഞ്ഞയാഴ്ച രതീഷ് ഒരു പെണ്ണ് കാണാൻ പോയില്ലേ? അതങ്ങ് ഫിക്സായി. അടുത്ത മാസം എൻഗേജ്മെൻ്റ് ആണ്.
അതിനെന്തിനാടാ റോണി വിഷമിക്കുന്നേ? റോണിയേക്കാൾ 1 വയസ്സിന് ഇളയതായി രതീഷ്. എന്നിട്ടും അവന് പെണ്ണ് കിട്ടി. റോണിക്ക് വിഷമം തോന്നാതിരിക്കുമോ? വിൽസൺ ചിരിച്ചുപോയി. അക്കണക്കിന് ഇതിനോടകം ഞാൻ എത്ര പാർട്ടി നടത്തണമായിരുന്നടാ. അണ്ണൻ ഒരുപാട് നടത്തിയിട്ടില്ലേ? അതുകൊണ്ടാണ് ഞങ്ങൾ അതേക്കുറിച്ച് പറയാഞ്ഞത്. ഇന്ന് ഞാൻ ഫ്രീ അല്ലടാ മോനെ. വൈകുന്നേരം തൃശ്ശൂർ വരെ പോകണം. ഒഫീഷ്യലാ. ചിലപ്പോൾ 3-4 ദിവസം കഴിഞ്ഞേ വരൂ. അതുകൊണ്ട് നിങ്ങൾ പാർട്ടി മാറ്റി വെക്കേണ്ട. ഇന്ന് തന്നെ വിഷമം തീർക്ക്. അയ്യോ, അണ്ണനും കൂടി ഇല്ലാതെ ഉല്ലാസിന് നിരാശയായി. അത് സാരമില്ല ഉല്ലാസേ. മിനിഞ്ഞാന്ന് ഞാനൊരു ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. സ്മോൾ അടിയൊക്കെ കുറയ്ക്കണമെന്നാ ഡോക്ടർ പറഞ്ഞത്. ഞാൻ ഒറ്റ തടിയല്ലയോ. കിടപ്പായിൽ ആരുണ്ട് നോക്കാൻ? അണ്ണനിങ്ങനെ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയല്ലേ. ഞങ്ങളൊക്കെ ഉള്ളപ്പോൾ അണ്ണൻ ഒരു വിഷമവും ഉണ്ടാകത്തില്ല. എന്തായാലും ഇന്ന് നിങ്ങൾ തന്നെ വിഷമം തീർക്ക്. ശരി അണ്ണ. ഉല്ലാസിനോട് നുണ പറയേണ്ടി വന്നതിൽ വിൽസന് ഖേദം തോന്നാതിരുന്നില്ല. സാരമില്ല, ഇപ്പോൾ സ്നേഹിക്കാൻ ഒരു പെണ്ണുണ്ട്. അവൾക്ക് വേണ്ടി നേരെ ചൊവ്വേ ജീവിക്കണം. പതിവ് റൗണ്ട് പൂർത്തിയാക്കിയപ്പോൾ വിൽസൺ മ്യൂസിയത്തിൽ നിന്ന് വെളിയിലിറങ്ങി. അയൽ ഫുട്പാത്തിലൂടെ ധൃതി കൂടാതെ നന്ദൻകോട്ടയ്ക്ക് നടന്നു. ദേവസ്വം ബോർഡ് ജംഗ്ഷനിലെത്തി റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പാഞ്ഞു വന്ന ഒരു ബൈക്ക് വിൽസനെ ചെറുതായൊന്നും തട്ടി. അയാൾ തെറിച്ച് റോഡിലേക്ക് വീണു. ബൈക്കുകാരൻ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് ഓടി വന്നു. കോളേജ് വിദ്യാർത്ഥിയായിരുന്നു അവൻ. നിലത്ത് വീണ വിൽസനെ എഴുന്നേൽക്കാൻ സാധിച്ചില്ല. വലതുകാലിൽ ഒരു കൊള്ളിമീൻ കടന്നു പോകുന്നത് പോലെ വേദന. എന്തെങ്കിലും പറ്റിയോ എങ്കിൽ? പയ്യൻ നിലത്ത് കുന്തിച്ചിരുന്ന് ചോദിച്ചു. വിൽസൺ വലതു കൈ ഉയർത്തി. എന്നെ പിടിച്ച് എഴുന്നേൽപ്പിക്കേ. അപ്പോഴേക്ക് 4-5 കാൽനട യാത്രക്കാർ ചുറ്റിനും കൂടി. അവർ എല്ലാവരും കൂടി വിൽസനെ പിടിച്ചുയർത്തി. പക്ഷേ വലതുകാലിൻ്റെ മുട്ടിലെ വേദന കാരണം അയാൾക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം, പയ്യൻ പറഞ്ഞു. അതുവഴി വന്ന ഒരു കാർ ആരോ കൈകാട്ടി നിർത്തി. അവർ വിൽസനെ കാറിൻ്റെ ബാക്ക് സീറ്റിലേക്ക് എടുത്തിരുത്തി. മെഡിക്കൽ കോളേജിലേക്ക് പോകാം, ആരോ പറഞ്ഞു. ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ അനൂപ് മാത്യു ഉണ്ടല്ലോ എന്ന് വിൽസന് പെട്ടെന്ന് ഓർമ്മ വന്നു. അകന്ന ബന്ധുവും ഓർത്തോപീഡിക് സർജനുമാണ് അനൂപ്. ജനറൽ ഹോസ്പിറ്റലിൽ പോയാൽ മതി, വിൽസൺ പറഞ്ഞു. ബൈക്കുകാരൻ പയ്യനും കൂടി ബാക്ക് സീറ്റിൽ അയാളോടൊപ്പം കയറി. വണ്ടി മുന്നോട്ട് നീങ്ങി. അങ്കിൾ ക്രോസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഞാനും ഇത്തിരി സ്പീഡിലായിരുന്നു, ക്ഷമാപണത്തോടെ പയ്യൻ പറഞ്ഞു. എന്തുവാ ഇയാളുടെ പേര്? കഠിനമായ വേദന കടിച്ചു പിടിച്ച് വിൽസൺ ചോദിച്ചു. ഷാജൻ. ഇയാൾ എന്ത് ചെയ്യുന്നു? സ്റ്റുഡൻറ്റാ. എവിടെ? മാറിമാന്യൂസിൽ, ഫൈനൽ ബികോം. എന്തായാലും താൻ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയില്ലല്ലോ. ഗുഡ്. വിൽസൺ പോക്കറ്റിൽ തപ്പി നോക്കി. ഭാഗ്യത്തിന് മൊബൈൽ അവിടെ തന്നെയുണ്ട്. ഇടിച്ചിട്ടപ്പോൾ തെറിച്ചു പോയില്ല. ഏറ്റവും ഒടുവിൽ വിളിച്ച ഉല്ലാസിൻ്റെ നമ്പറായിരുന്നു ഏറ്റവും മുകളിൽ. അയാൾ അവനെ തന്നെ വിളിച്ചു. എന്താ അണ്ണാ? ഉല്ലാസ് ഉടൻ കോൾ എടുത്തു. എടാ, എനിക്ക് ചെറിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. സീരിയസ് ഒന്നുമല്ല. ജനറൽ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. എല്ലാവരെയും ഒന്ന് അറിയിച്ചേക്ക്. വല്ല ഹെൽപ്പും വേണ്ടി വന്നാൽ ഞാൻ വിളിക്കാം. അണ്ണാ, തലയ്ക്ക് വല്ല ഇഞ്ചുറി ഉണ്ടോ? ഉല്ലാസ് ആധിയോടെ ചോദിച്ചു. ഉണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇതുപോലെ വിളിക്കാൻ പറ്റുമോ മണ്ട? സോറി അണ്ണാ, സീരിയസ് ഒന്നും അല്ലല്ലോ. എല്ലാവരോടും ഞാൻ പറയാം. ജനറൽ ഹോസ്പിറ്റലിൽ ചെന്ന് കാഷ്വാലിറ്റിയുടെ മുമ്പിൽ കാർ നിന്നു. ഷാജൻ ചെന്ന് അറിയിച്ചതനുസരിച്ച് 2 അറ്റൻഡർമാർ സ്ട്രക്ചറുമായി വന്ന് വിൽസനെ എടുത്തുകൊണ്ടുപോയി. നന്ദി പറഞ്ഞ് കാറിൻ്റെ ഉടമയെ ഷാജൻ വിട്ടു. ഡ്യൂട്ടി ഡോക്ടറാണ് വിൽസനെ ആദ്യം പരിശോധിച്ചത്. ഡോക്ടർ അനൂപ് മാത്യു എൻ്റെ കസിനാണ്, വിൽസൺ പറഞ്ഞു. ഡോക്ടർ 9 ആയിട്ടേ വരൂ. ഞാൻ ഇൻഫോം ചെയ്യാം. താങ്കളുടെ കാൽമുട്ടിന് പ്രോബ്ലമുണ്ട്. ഡോക്ടർ അനൂപ് വന്ന് പരിശോധിക്കട്ടെ. തൽക്കാലം വേദന കുറയാനുള്ള ഇഞ്ചക്ഷൻ ഞാൻ തരാം. ഒരു നേഴ്സ് വന്ന് അയാളുടെ കൈമുട്ടിലും നെറ്റിയിലുമുണ്ടായിരുന്ന മുറിവ് വൃത്തിയാക്കി മരുന്ന് പുരട്ടി ബാൻഡേജ് ഒട്ടിച്ചു. ഒരു ഇഞ്ചക്ഷൻ എടുത്തപ്പോഴേക്ക് വേദനയ്ക്ക് ശമനം വന്നു. കേസ് ഷീറ്റ് തയ്യാറാക്കാൻ വേണ്ടി വിൽസൺ പേരും വയസ്സും മേൽവിലാസവും ഫോൺ നമ്പറും കൊടുത്തു. ഷാജൻ നിഴൽ പോലെ അയാളുടെ സമീപത്ത് തന്നെ നിന്നു. താൻ പോകുന്നില്ലേ? വിൽസൺ ചോദിച്ചു. ഓർത്തോ സർജൻ വന്ന് നോക്കിയിട്ട് അവൻ പരുങ്ങലോടെ നിന്നു. ഇന്ന് കോളേജില്ലേ? ഉണ്ട്. എന്നാൽ ഷാജൻ പോയിക്കോ. ഇവിടെ എത്തിയില്ലേ? ഇനി ഇവർ നോക്കിക്കോളും ബാക്കി കാര്യങ്ങൾ, വിൽസൺ പറഞ്ഞു. എന്നാലും എൻ്റെ വല്ല ഹെൽപ്പും വേണമെങ്കിൽ താൻ പോയിക്കോ ഷാജ. അങ്കിളുടെ നമ്പർ താ, എനിക്ക് വിളിച്ചു ചോദിക്കാനാ. വിൽസൺ അയാളുടെ നമ്പർ കൊടുത്തു. ഞാൻ പോയിട്ട് വരാം അങ്കിൾ. ഷാജ, ഒരു കാര്യം. എന്താ അങ്കിൾ? 60 കിലോമീറ്ററിന് മുകളിലേക്ക് സ്പീഡ് വേണ്ട.
നമ്മുടെ നാട്ടിലെ റോഡിൽ അതിലപ്പുറം പറ്റില്ല. മനസ്സിലായെങ്കിൽ പോയിക്കോ. അവൻ പോയി. പാവം പയ്യൻ. 8:30 ഡോക്ടർ അനൂപ് മാത്യു വന്നു. 40 വയസ്സുള്ള മിടുക്കൻ ഓർത്തോപീഡിക് സർജനായിരുന്നു അയാൾ. എന്താ കുഞ്ഞുമോനെ, നിനക്ക് എന്നാ പറ്റി? അയാൾ വിൽസനോട് ചോദിച്ചു. ബന്ധുക്കളൊക്കെ കുഞ്ഞുമോൻ എന്നാണ് വിൽസനെ വിളിച്ചിരുന്നത്. രാവിലെ നടക്കാൻ പോയ വഴിക്ക് ഒരു പയ്യൻ്റെ ബൈക്ക് വന്ന് തട്ടി ഇച്ചായ. കാൽമുട്ടിന് നല്ല വേദനയായിരുന്നു. അത് കുറയാനുള്ള ഇഞ്ചക്ഷൻ തന്നിരിക്കുക. നമുക്ക് എക്സ്റേ എടുത്ത് നോക്കാം. എക്സ്റേ എടുത്തു. അപ്പോഴേക്ക് ഉല്ലാസും റോണിയും രതീഷും വന്നു. കുഞ്ഞുമോനെ, നിന്റെ വലതുകാലിൻ്റെ മുട്ടിൻ്റെ കുഴ ചെറുതായി സ്ലിപ്പായിട്ടുണ്ട്. സാരമില്ല, ഞാനത് പിടിച്ച് നേരെയിടാം. പക്ഷേ 15 ദിവസം ബെഡ് റെസ്റ്റ് വേണം. കാലനങ്ങാൻ പാടില്ല. എക്സ്റേ പരിശോധിച്ചിട്ട് ഡോക്ടർ അനൂപ് പറഞ്ഞു, ഇച്ചായ, അതിപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ വീട്ടിൽ. നീ ഒരു മെയിൽ നേഴ്സിനെ അറേഞ്ച് ചെയ്യ്, അല്ലെങ്കിൽ തിരുവല്ലയ്ക്ക് പോയിക്കോ. കുടുംബ വീട്ടിൽ ആരെങ്കിലും കാണുമല്ലോ. കാൽമുട്ട് ചലിക്കാതിരിക്കാൻ വിൽസന്റെ വലത് കാലിൽ ഡോക്ടർ ബാൻഡേജ് ചുറ്റിക്കെട്ടി. അണ്ണൻ എങ്ങോട്ട് പോകണ്ട. ഓരോ ദിവസവും ഞങ്ങൾ ഓരോരുത്തരായി വന്ന് കൂട്ടിരിക്കാം. ഉല്ലാസ് പറഞ്ഞു. വേണ്ടടാ, ഞാൻ തിരുവല്ലയ്ക്ക് പോവുക. അവിടെ ഇപ്പോൾ ഡാഡിയുടെ ഇളയ പെങ്ങൾ സൂസി ആൻറ്റിയുണ്ട്. 2 ആഴ്ചത്തെ കാര്യമല്ലേ ഉള്ളൂ. നാട്ടിൽ പോയി താമസിച്ചിട്ടും കുറേ കാലമായി. അപ്പോഴാണ് ഹണിയുടെ കാര്യം വിൽസന് ഓർമ്മ വന്നത്. അവളെ അറിയിക്കാതെ പോകുന്നതെങ്ങനെ? കഴുകി ഉണക്കിയ ചുരിദാറുകളും ടോപ്പും വീണ ഓരോന്നായി തേച്ചു മടക്കി സൂട്ട് കേസിൽ വെച്ചു. അവ സൂക്ഷിച്ചു വെക്കാൻ ഹോസ്റ്റൽ മുറിയിൽ വേറെ സൗകര്യമില്ല. അടുത്തയാഴ്ച ഓഫീസിൽ പോയി ജോലിയിൽ പ്രവേശിക്കണം. രാവിലെ പോയാൽ എപ്പോൾ മടങ്ങി വരുമെന്ന് അറിയില്ല. എന്നും തുണി കഴുകാനൊന്നും സമയം കിട്ടണമെന്നില്ലല്ലോ. ഒരാഴ്ചത്തേക്കുള്ളത് തേച്ചു വെച്ചാൽ പിന്നെ സൗകര്യമായി ഓരോന്നും ഓരോ ദിവസവും എടുക്കാം. ആ സമയത്താണ് അവളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. നോക്കിയപ്പോൾ വിൽസൺ അങ്കിൾ. ഹലോ അങ്കിൾ. അവൾ ആഹ്ലാദത്തോടെ കോൾ എടുത്തു. തിങ്കളാഴ്ചയല്ലേ ടെക്നോ പാർക്കിൽ ജോയിൻ ചെയ്യുന്നത്? അയാൾ ചോദിച്ചു. അതെ. 2 ആഴ്ചത്തേക്ക് ഞാൻ ഇവിടെ കാണത്തില്ല. തിരുവല്ലയിലെ കുടുംബ വീട്ടിലേക്ക് പോവുകയാണ്. എന്തു പറ്റി അങ്കിൾ? ചെറിയൊരു ആക്സിഡൻറ്റ്. അയ്യോ, ആക്സിഡൻറ്റോ? എന്താ സംഭവിച്ചത്? പരിഭ്രമത്തോടെ അവൾ ചോദിച്ചു. നടന്ന സംഭവങ്ങൾ ചുരുക്കത്തിൽ വിൽസൺ അവളോട് പറഞ്ഞു. എപ്പോഴാ പോകുന്നേ? അവൾ ചോദിച്ചു. 1 മണിക്കൂർ കഴിഞ്ഞേ ആംബുലൻസ് വരൂ. വന്നാലുടൻ പോകും. അതിനു മുമ്പ് എനിക്കൊന്ന് കാണണം അങ്കിളിനെ. ഞാൻ വരാതെ പോകരുത്. വിൽസൺ ഒന്നും പറയാൻ കഴിയുന്നതിന് മുമ്പ് വീണ ഫോൺ കട്ട് ചെയ്തു. അവൾ തിടുക്കത്തിൽ വേഷം ധരിച്ച് ഹാൻഡ് ബാഗും എടുത്ത് ഹോസ്റ്റലിൽ നിന്നിറങ്ങി. ഒഴിഞ്ഞു വന്ന ഓട്ടോ കൈകാട്ടി നിർത്തി അവൾ അതിൽ കയറി. ജനറൽ ഹോസ്പിറ്റൽ കാഷ്വാലിറ്റി. അവൾ ചെന്നപ്പോൾ കാഷ്വാലിറ്റിയിലെ ഒരു ബെഡിൽ ബാൻഡേജ് കിട്ടിയ കാലുമായി വിൽസൺ കിടക്കുന്നുണ്ടായിരുന്നു. അടുത്ത് റോണിയും ഉല്ലാസും രതീഷും നിൽക്കുന്നു. വിൽസൻ്റെ കൂട്ടുകാരെ കണ്ട് വീണ ഒന്ന് പരിങ്ങി. ഹണി, വരൂ, ഇതെൻ്റെ ഫ്രണ്ട്സാണ്. ഉല്ലാസ്, റോണി, രതീഷ്. അയാൾ അവരെ പരിചയപ്പെടുത്തി. അവർ അവളെ നോക്കി പുഞ്ചിരിച്ചു. ഇത് ഹണി, എൻ്റെ കസിൻ്റെ മോളാണ്. കുറച്ച് ദിവസം ഇവൾ എൻ്റെ കൂടെ ആയിരുന്നു താമസം. ഇപ്പോൾ YWCAയിലാണ്. മനസ്സിലായി, അണ്ണൻ പറഞ്ഞിട്ടുണ്ടല്ലോ. വീണ സങ്കടത്തോടെ വിൽസൻ്റെ ബെഡിനടുത്ത് നിന്നു. അങ്കിൾ, ഞാനൊരു കാര്യം പറയട്ടെ? അവൾ ചോദിച്ചു. എന്താണ്? തിരുവല്ലയ്ക്ക് പോണോ? ഇവിടെ അങ്കിളിൻ്റെ വീട്ടിൽ റെസ്റ്റ് എടുത്താൽ പോരെ? സഹായത്തിന് ഞാൻ വന്ന് നിൽക്കാം. ഹോസ്റ്റലിൽ ഇന്ന് പെർമിഷൻ മേടിക്കാം. വേണ്ട ഹണി, അത് ശരിയാവത്തില്ല, അയാൾ പറഞ്ഞു. അവൾ റോണിയെയും ഉല്ലാസിനെയും രതീഷിനെയും ഒന്ന് നോക്കി. അങ്കിളിൻ്റെ ഫ്രണ്ട്സല്ലേ നിങ്ങൾ? അങ്കിൾ പോകണ്ടെന്ന് പറ. സ്വന്തം വീട്ടിലെ പോലാകുമോ വേറെ വീട്ടിൽ ചെന്നാൽ? അങ്കിളിനെ ഞാൻ നോക്കാം. എനിക്കൊരു പ്രയാസവുമില്ല, അവൾ അവരോട് പറഞ്ഞു. അണ്ണാ, അതാ നല്ലത്. സഹായത്തിന് ഞങ്ങളും ഉണ്ടല്ലോ, ഉല്ലാസ് പറഞ്ഞു. വിൽസൺ തല തിരിച്ച് വീണയുടെ മുഖത്തേക്കൊന്ന് നോക്കി. അവളുടെ കണ്ണുകളിലെ നനവ് അയാൾ കണ്ടു. പക്ഷേ കെട്ടാൻ പോകുന്ന പെണ്ണ് വീട്ടിൽ വന്ന് ഒപ്പം താമസിക്കുന്നത് ശരിയാണോ? വിൽസൻ്റെ മറുപടിക്കായി 4 പേര് കാത്തു. എന്താ അണ്ണ ഇത്ര ആലോചിക്കാൻ? തിരുവല്ലയ്ക്ക് പോയാൽ അണ്ണന് ബോറടിക്കും, അവിടെയുള്ളവരും ബോറടിക്കും. എന്തിനാ വെറുതെ അവർക്ക് അസൗകര്യമുണ്ടാക്കുന്നേ? വിൽസൻ്റെ മൗനം കണ്ട് ഉല്ലാസ് ചോദിച്ചു. ശരിയാ ഇച്ചായ, 1ഉം 2ഉം ദിവസമല്ല, 15 ദിവസം. ഡാഡിയുടെ സ്വന്തം പെങ്ങളാണെങ്കിലും അത്രയും ദിവസം അവരെ ബുദ്ധിമുട്ടിക്കണോ? ഇവിടെ ആകുമ്പോൾ ഇച്ചായൻ്റെ സ്വന്തം വീടാ. ആ സ്വാതന്ത്ര്യം വേറെ എങ്ങും കിട്ടത്തുമില്ല, റോണി പറഞ്ഞു.
പ്രതീക്ഷയോടെ വിൽസന്റെ മുഖത്തേക്ക് വീണ നോക്കി. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷേ ഈ പെങ്കൊച്ചിനെ കഷ്ടപ്പെടുത്തുന്ന കാര്യം ഓർക്കുമ്പോൾ വിൽസനും പിന്നെയും മടിച്ചു. എനിക്കൊരു കഷ്ടപ്പാടുമില്ല അങ്കിൾ, അങ്ങനെ വിശ്വസിക്കണ്ട. അങ്കിളിനെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വീണ വീണ്ടും അവളുടെ സന്നദ്ധത അറിയിച്ചു. നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെ പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഇഷ്ടം തന്നെ നടക്കട്ടെ. ഒടുവിൽ വിൽസൺ സമ്മതിച്ചു. വീണയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു. താങ്ക്സ് അണ്ണ. ഇപ്പോഴാ ഞങ്ങളുടെ സ്നേഹത്തിന് അണ്ണൻ്റെ അംഗീകാരം കിട്ടിയത്. ഉല്ലാസിന് സന്തോഷമായി. ഞാൻ എന്നാൽ സൂസി ആൻറ്റിയെ വിളിച്ച് പറയാം വരുന്നില്ലെന്ന്. മൊബൈൽ എടുത്ത അപ്പോൾ തന്നെ വിൽസൺ തിരുവല്ലയിലേക്ക് വിളിച്ചു. പ്ലാൻ മാറ്റിയ കാര്യം അറിയിച്ചു. അതായിരിക്കും വിൽസൺ നല്ലത്. ഈ സമയത്ത് ഇവിടെ വരെയുള്ള യാത്ര ക്ലേശകരമായിരിക്കും, സൂസി ആൻറ്റി പറഞ്ഞു. വിൽസനെ പരിശോധിച്ച ഡോക്ടർ അനൂപ് മാത്യു വന്ന് ഡിസ്ചാർജ് എഴുതിയിട്ടു. കഴിയുന്നതും വലതുകാലിന് ഭാരം കൊടുക്കരുത്. ബാത്റൂമിൽ പോകാൻ വേണ്ടിയല്ലാതെ നടക്കരുത്. അതും ആരുടെയെങ്കിലും സഹായത്തോടെ മാത്രം, ഡോക്ടർ ഉപദേശം കൊടുത്തു. വിൽസൺ തല കുലുക്കി. ടാബ്ലറ്റുകൾ കൃത്യമായി കഴിക്കണം. 15 ദിവസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പിന് വരണം. അത് കഴിഞ്ഞു മതി നടക്കുന്നത്. വേദന കൂടുതലായി തോന്നിയാൽ ഉടൻ ഇങ്ങോട്ട് പോരണം. ശരി ഇച്ചായ, വിൽസൺ പറഞ്ഞു. സ്ട്രെച്ചറിൽ എടുത്താണ് വിൽസണെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയത്. അയാളോടൊപ്പം വീണയും കയറി. റോണിയും ഉല്ലാസും രതീഷും ബൈക്കിലാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത്. അത് കാരണം അവർ ബൈക്കിൽ ആംബുലൻസിനെ പിന്തുടർന്നു. വിൽസന്റെ അടുത്ത് തന്നെ വീണയിരുന്നു. ഹണി, അയാൾ വിളിച്ചു. എന്താ അങ്കിൾ, വേദനയുണ്ടോ? അവൾ ഉത്കണ്ഠയോടെ ചോദിച്ചു. അതല്ല, നീ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കുരിശ് ഏറ്റെടുത്തത്. എനിക്കിതിൽ ഒരു പങ്കും ഇല്ല, അയാൾ മുന്നറിയിപ്പ് കൊടുത്തു. വീണ പുഞ്ചിരിച്ചു. പൂർണ്ണ മനസ്സോടെ ചെയ്യുന്ന ഒരു കാര്യവും ആർക്കും കുരിശായിട്ട് അനുഭവപ്പെടുകയില്ല അങ്കിൾ. പാതി മനസ്സേ ഉള്ളുവെങ്കിൽ കുരിശിൻ്റെ പാതി ഭാരം ഉറപ്പായിട്ടും അറിയും. ഇതിനു മുമ്പ് ഏതെങ്കിലും രോഗിയെ പരിചരിച്ച് പരിചയമുണ്ടോ നിനക്ക്? ഇല്ല. അതുകൊണ്ടാ ഇത് വെറും ഈസിയാണെന്ന് നിനക്ക് തോന്നുന്നത്. ഞാനൊരു കിടപ്പ് കിടന്നാൽ പിന്നെ അനങ്ങുക പോലുമില്ല. ഒന്ന് തിരിച്ചു കിടത്താൻ പോലും നീ പാടുപെടും. എനിക്ക് എത്ര കിലോ ഭാരമുണ്ടെന്നറിയാവോ നിനക്ക്? ഇല്ല, 75 കിലോ. അപ്പോൾ ഈ കുരിശിന് 75 കിലോ ഭാരമുണ്ടല്ലേ? കളിയായി അവൾ ചോദിച്ചു. നിനക്ക് എത്ര കിലോ വെയിറ്റുണ്ട്? കഴിഞ്ഞ തവണ നോക്കിയപ്പോൾ 50, അവൾ പറഞ്ഞു. അപ്പോൾ നിനക്കെന്നെ കൈകാര്യം ചെയ്യാൻ പറ്റത്തില്ല. തന്നെയുമല്ല, എനിക്കെന്തെങ്കിലും സൂക്കേട് വന്നാൽ പിന്നെ മൂക്കിൻ തുമ്പത്താ ദേഷ്യം. ഇഷ്ടപ്പെടാത്തത് ആരെങ്കിലും ചെയ്താൽ കേട്ടാൽ ചെവി പൊത്തിപ്പോകുന്ന ചീത്ത വിളിക്കും. എന്നാൽ ഒരു സാമ്പിൾ ചീത്ത കേൾക്കട്ടെ, ചിരിയോടെ അവൾ പറഞ്ഞു. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇനിയും നിനക്ക് ഇതിൽ നിന്ന് പിന്മാറാൻ സമയമുണ്ട്. ഹണി, ഹോസ്റ്റലിലേക്ക് പോ. ആംബുലൻസ് തിരുവല്ലേക്ക് വിടാൻ പറയാം. വിൽസൺ വീണ്ടും അവളെ ഒഴിവാക്കാൻ നോക്കി. ആംബുലൻസ് തിരുവല്ലയ്ക്ക് വിടുന്നില്ല, പക്ഷേ എനിക്കൊന്ന് ഹോസ്റ്റലിൽ പോകണം, ഡ്രസ്സൊക്കെ എടുത്തുകൊണ്ട് വരാൻ. അവളെ നിർബന്ധിച്ചിട്ട് ഒരു കാര്യവുമില്ലെന്ന് വിൽസന് മനസ്സിലായി. എനിക്കിനി ഒന്നും പറയാനില്ല, ഒക്കെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യ്. ഒടുവിൽ അയാൾ തോൽവി സമ്മതിച്ചു. അതാണ് നല്ലത്. ഇനി കുറേ ദിവസം അങ്കിളിൻ്റെ ഫ്രണ്ട്സും പിന്നെ ഞാനും പറയുന്നത് അനുസരിക്കുന്നതാണ് ബുദ്ധി. അത് സാവധാനം അങ്കിളിന് മനസ്സിലായിക്കോളും. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം കുറേ ദിവസം കഴിയുമ്പോൾ നിനക്കും മനസ്സിലാകും. അയാൾ അവസാനത്തെ അടവെടുത്തു. അതെന്താണ്? അവൾ ചോദിച്ചു. കുറച്ച് ദിവസം കഴിയുമ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കാറാകും. ഉവ്, നീ സുന്ദരിയായ പെണ്ണാണ്. വീട്ടിൽ നീയും ഞാനും മാത്രമേ ഉള്ളൂ. എനിക്ക് നിന്നോടൊരു മോഹം തോന്നിയാൽ നിനക്ക് പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അവൾ അയാളുടെ മുഖത്ത് ഒന്ന് തുറിച്ചു നോക്കി. മുമ്പ് കുറച്ച് ദിവസം ഞാനവിടെ ഉണ്ടായിരുന്നല്ലോ. അന്ന് ഈ മോഹം ഒന്നും തോന്നിയില്ലേ? തോന്നിയതാ, പക്ഷെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അത് ഞാൻ സ്വയം കൺട്രോൾ ചെയ്തതുകൊണ്ടാണ്. ഇനിയായാലും അതുപോലെ അങ്ങ് സ്വയം കൺട്രോൾ ചെയ്താൽ മതി കേട്ടോ. അങ്കിളാണെന്നൊന്നും നോക്കത്തില്ല, കടിച്ചു കീറും ഞാൻ. അവൾ ദേഷ്യം അഭിനയിക്കുന്നത് കണ്ടപ്പോൾ അയാൾക്ക് ചിരിയാണ് വന്നത്. അയാൾ പെട്ടെന്ന് അവളുടെ കൈയെടുത്ത് പിടിച്ചു. എന്നാൽ ഇപ്പം തന്നെ കടിച്ചു കീറ്. ആംബുലൻസ് അല്ലേ? വേണ്ട, ഡ്രൈവർ തിരിഞ്ഞു നോക്കും ശബ്ദം കേട്ട്. വിൽസൺ പൊട്ടിച്ചിരിച്ചു. വീണയും ചിരിച്ചുപോയി. നന്ദൻകോട്ടെ വീട്ടുമുറ്റത്ത് ചെന്ന് ആംബുലൻസ് നിന്നു. അതിനു മുമ്പേ സുഹൃത്തുക്കൾ ബൈക്കിലെത്തി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വിൽസന്റെ പോക്കറ്റിൽ നിന്ന് വീടിൻ്റെ താക്കോൽ വാങ്ങി ഉല്ലാസ് മുൻവാതിൽ തുറന്നു. രതീഷും റോണിയും കൂടെ സ്ട്രെച്ചറിൽ വിൽസനെ എടുത്ത് ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയി കട്ടിലിൽ കിടത്തി.
അപ്പോഴേക്കും ഹണിയും ചെന്നു. അങ്കിളെ, ഞാൻ ചെന്ന് ഹോസ്റ്റലിൽ നിന്ന് ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാം. അതുവരെ ഫ്രണ്ട്സ് ഇവിടെ കാണുമല്ലോ. ഹണി എങ്ങനെ പോകും? ഉല്ലാസ് ചോദിച്ചു. ഓട്ടോയിൽ. അത് വേണ്ട, അണ്ണൻ്റെ കാറുണ്ടല്ലോ. റോണി, നീ ഹണിയെ ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോ. കാറിൽ തന്നെ ഇങ്ങ് വരാമല്ലോ. അതാ നല്ലത്, രതീഷ് പറഞ്ഞു. റോണിയും വീണയും അപ്പോൾ തന്നെ കാറിൽ ഹോസ്റ്റലിലേക്ക് പോയി. ഒരു കണക്കിന് തിരുവല്ലയിലേക്ക് പോകാതിരുന്നത് നന്നായിടാ, വിൽസൺ പറഞ്ഞു. അതെന്താ അണ്ണാ? സൂസി ആൻറ്റി സുഖക്കേടുകാരിയാ. അങ്കിളിനും തീരെ വയ്യ. ഒരു വീട്ടുജോലിക്കാരിയുണ്ട്. അവരുടെ കരുണയിലാ അവർ ജീവിക്കുന്നേ. അതിനിടയിലേക്ക് ഞാനും കൂടി ചെന്നാൽ? ശരിയാ അണ്ണാ, ഇവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. അത് ശരിയാണ്. അണ്ണൻ്റെ കസിൻ്റെ മോൾ നല്ല സ്നേഹമുള്ള കുട്ടിയാട്ടോ. ആ പ്രായത്തിലുള്ള ഏത് പെണ്ണും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് അണ്ണൻ്റെ ഹണി സന്തോഷത്തോടെ ഏറ്റെടുത്തിരിക്കുന്നത്. അത് അണ്ണൻ്റെ ഭാഗ്യമാണെന്നേ ഞാൻ പറയൂ. വിൽസൺ ഒന്ന് ചിരിച്ചു. എന്തിനാ പിന്നെ അണ്ണൻ ഹണിയെ നിരുത്സാഹപ്പെടുത്തിയേ? നീ പറഞ്ഞത് തന്നെയാ കാരണം. അവളുടെ പ്രായത്തിലുള്ള ഏത് പെണ്ണും ചെയ്യാൻ മടിക്കുന്ന കാര്യമാണ് എഴുന്നേൽക്കാൻ വയ്യാതെ കിടക്കുന്ന ഒരുത്തനെ പരിചരിക്കുന്നത്. അത് അണ്ണനോടുള്ള സ്നേഹം കൊണ്ടാണ്. ഒരു പക്ഷേ ഹണിക്ക് ബ്രദേഴ്സ് കാണത്തില്ലായിരിക്കും. അവൾക്കൊരു സിസ്റ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതാണ് കാര്യം. അണ്ണനിൽ അവൾ ഒരു മൂത്ത ബ്രദറിനെ കാണുന്നുണ്ട്. കുറേ നാൾ ഇവിടെ അണ്ണൻ്റെ സംരക്ഷണയിൽ കഴിഞ്ഞതല്ലേ അവൾ. അതിൻ്റെ നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കാൻ ഒരവസരം കിട്ടിയിരിക്കുന്നു. വിൽസൺ ഒന്നും പറഞ്ഞില്ല. ഉല്ലാസിൻ്റെ വിശ്വാസം അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ അവൾ പ്രകടിപ്പിച്ചത് നന്ദിയല്ല, ഇഷ്ടമാണ്, സ്നേഹമാണ്. അല്പനേരം കഴിഞ്ഞപ്പോൾ റോണിയും വീണയും വന്നു. അവൾ എയർ ബാഗും സൂട്ട് കേസുമായിട്ടാണ് കാറിൽ നിന്നിറങ്ങിയത്. താൻ ഹോസ്റ്റൽ വെക്കേറ്റ് ചെയ്തിട്ടാണോ വന്നിരിക്കുന്നത്? അത് കണ്ട് രതീഷ് ചോദിച്ചു. ഇതൊക്കെ അവിടെ ഇരുന്നിട്ട് എന്താ ചേട്ടാ കാര്യം? എന്തെങ്കിലും ആവശ്യം വന്ന ഇടയ്ക്ക് അങ്ങോട്ട് ഓടേണ്ടി വരത്തില്ലേ? അവൾ ചോദിച്ചു. അത് നേരാ. ഹണിയുടെ റൂം മോളിലല്ലേ? റോണി ചോദിച്ചു. അതെ, പെട്ടിയും ബാഗും ഒക്കെ ഞാൻ കൊണ്ടുചെന്ന് വെക്കാം. അയാൾ അത് രണ്ടും വാങ്ങി സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി. ഹണി മോളിലത്തെ റൂമിൽ കിടന്നാൽ എങ്ങനെയാ അണ്ണന് രാത്രിയിൽ വെള്ളം കുടിക്കണമെന്ന് തോന്നിയ? അത് ബെഡിൻ്റെ സൈഡിൽ എടുത്തു വച്ചിരുന്നാൽ മതിയല്ലോ, രതീഷ് പറഞ്ഞു. അല്ലെങ്കിൽ രാത്രിയിൽ ഞാൻ ഡ്രോയിങ് റൂമിൽ കിടന്നോളാം. ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് വിൽസൺ ആ സംസാരം മുഴുവൻ കേൾക്കുന്നുണ്ടായിരുന്നു. രതീഷേ, അയാൾ ഉറക്കെ വിളിച്ചു. എല്ലാവരും വിൽസൻ്റെ അടുത്തേക്ക് ചെന്നു. കിച്ചണിലേക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം മേടിച്ചു കൊടുത്തിട്ട് വേണം നിങ്ങൾ പോകാൻ. കാർ എടുത്തോ. ഇന്ന് രാത്രിയിലത്തേക്ക് ഒന്നും ഉണ്ടാക്കണ്ട, പാഴ്സൽ മേടിച്ചാൽ മതി, അയാൾ പറഞ്ഞു. അത് ഞങ്ങൾ ഏറ്റു. ഹണി ഒരു ലിസ്റ്റ് എഴുതി തന്നാൽ മതി, ഞങ്ങൾ പോയിട്ട് വരാം, ഉല്ലാസ് പറഞ്ഞു. ഹണി കിച്ചണിൽ ചെന്ന് നോക്കി. അവിടെ ഡബ്ബകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വാങ്ങിയാലേ പറ്റൂ. അരി, ആട്ട, പഞ്ചസാര, മുളക് പൊടി, മല്ലിപ്പൊടി, മസാല, മുട്ട, പച്ചക്കറി, എണ്ണ. അവൾ ഓർമ്മയിൽ വന്ന സാധനങ്ങളുടെയൊക്കെ ഒരു ലിസ്റ്റ് എഴുതി കൊടുത്തു. അതുകൊണ്ട് 3 പേരും അപ്പോൾ തന്നെ കാറെടുത്തു പോയി. വീണ വിൽസൻ്റെ അടുത്തേക്ക് ചെന്നു. കസേര ബെഡിനോട് ചേർത്തിട്ട് ഇരുന്നു. അങ്കിൾ ശരിക്കും ലക്കിയ, അവൾ പറഞ്ഞു. അതെന്താ? അയാൾക്ക് മനസ്സിലായില്ല. എന്തിനു പോന്ന 2-3 ഫ്രണ്ട്സുകളുണ്ടല്ലോ, എന്തൊരു സ്നേഹമാ അവർക്ക് അങ്കിളിനോട്. വിൽസൺ ഒന്ന് ചിരിച്ചു. ആരുമില്ലാത്തവർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ചതാ സുഹൃത്തുക്കളെ. അപ്പോൾ ഞാൻ അങ്കിളിൻ്റെ ആരുമല്ലേ? അവളുടെ സ്വരത്തിലെ നേർത്ത പരിഭവം അയാൾക്ക് പെട്ടെന്ന് പിടികിട്ടി. ഹണി കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് ഫ്രണ്ട്സ്. ഇപ്പോൾ ആരുമില്ലാത്തവനാണ് ഞാനെന്ന് എനിക്ക് തോന്നുന്നതേയില്ല, അവൾ പുഞ്ചിരിച്ചു. ആക്സിഡൻ്റ് ഉണ്ടായ കാര്യം ഓഫീസിൽ അറിയിച്ചില്ലേ? ഇല്ല. അറിയിച്ചാൽ വിസിറ്റേഴ്സിൻ്റെ ശല്യം ഭയങ്കരമായിരിക്കും. പക്ഷെ അറിയിക്കാതിരിക്കാനും പറ്റില്ല. മെഡിക്കൽ ഗ്രൗണ്ടിലല്ലേ 3 ആഴ്ചത്തേക്ക് ലീവ് എടുക്കാൻ പോകുന്നത്, അയാൾ പറഞ്ഞു. അടുത്ത ഭാഗം നാളെ.